ഹേയ്, ഇറ്റ്സ് മീ സുരേഷ്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടൊരു കാര്യം, ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊരു മെൻ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. സംഭവം വേറൊന്നുമല്ല. ഇപ്പോൾ നമ്മളുടെ സൂയിസൈഡിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ 75% ആണ് മെൻ സൂയിസൈഡുള്ള 75% ആണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലേ? അതിൽ ഞാൻ എന്തുകൊണ്ട് വീഡിയോ ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. പറഞ്ഞു കേട്ടൊരു കാര്യമാണ്. അതായത് ഞാനും പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും, അയ്യേ നീ വിഷമിച്ചിരിക്കുക, നീ ആൺകുട്ടിയല്ലേ, ആൺകുട്ടികൾ കരയാൻ പാടും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഞങ്ങൾ ഈ ഹാർട്ടിൻ്റെ അടുത്ത് വല്ല കല്ലാണ് കൊണ്ടുവച്ചുന്നത്. ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദേഷ്യപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും കരയാനുള്ള റൈറ്റ്സ് ഇല്ലേ? അതുപോലെ തന്നെ ആൺകുട്ടികൾ കരയാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലാവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ ആരുമില്ല, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ളതാണ് പലരെയും ഒറ്റപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഒരുപാട് സൂയിസൈഡിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ആളെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനും കുറേ കോട്സ് കേട്ടിട്ടുണ്ട്. ലൈഫ് അവസാനിപ്പിക്കാൻ പോകുന്ന ആൾക്ക് പറയാനൊരു കഥയേ ഉണ്ടാവുള്ളൂ. ആ കഥ കേൾക്കാൻ ആർക്കും സമയം ഉണ്ടാവില്ല. അവൻ ഓക്കെയാണോ, ഒക്കെ കഴിഞ്ഞ് ആൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പറയും, അയ്യോ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു അവന്, നമ്മളോടൊന്ന് പറഞ്ഞാൽ പോലെ. എന്താണോ ഇങ്ങനെ?